നമസ്കാരം. ഇറാനിലെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമേനിക്ക് പകരം ഇതിൻ്റെ പിൻഗാമിയായി രണ്ടാമത്തെ മകൻ മുസ്തഫ ഖമേനിയെ തിരഞ്ഞെടുത്തതായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. മുസ്തഫ ഖമേനിയെക്കുറിച്ചുള്ള ഒട്ടേറെ വാർത്തകളും പുറത്തു വന്നിരുന്നു. അതേസമയം ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു വരുന്നത് മുസ്തഫ ഖമേനിക്കും ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളതാണ്. ഇക്കാര്യം ഇപ്പോൾ ഇറാനിലെ ഔദ്യോഗിക മാധ്യമങ്ങൾ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാണ് മുസ്തഫയ്ക്ക് പരിക്ക് പറ്റിയതെന്നോ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണെന്നോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും തന്നെ കൂടുതൽ വിശദാംശങ്ങൾ അവർ ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല. ഒരുപക്ഷെ മുസ്തഫ ഖമേനി ഇതിനോടകം കൊല്ലപ്പെട്ടിരിക്കുന്നോ എന്ന് പോലും സംശയം ഉയരുന്നുണ്ട്. കാരണം ഇസ്രായേൽ വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു, അയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയായി ആര് വന്നാലും ഞങ്ങൾ അയാളെ വധിക്കും എന്ന്. അക്കാലത്ത് ഒരു സംശയവുമില്ല, അയാൾ എവിടെ പോയി ഒളിച്ചിരുന്നാലും ഞങ്ങൾ അവിടെ എത്തി അയാളെ വധിക്കും എന്നാണ് ഇസ്രായേൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. അത്തരത്തിൽ ഏതെങ്കിലും വളരെ ശക്തമായ തോതിലുള്ള ആക്രമണത്തിന് ശേഷമാണോ മുസ്തഫ ഖമേനി ഇപ്പോൾ ചികിത്സയിലുള്ളത് എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. റമദാൻ യുദ്ധത്തിലെ ജൻബാസ് എന്നാണ് മുസ്തഫ ഖമേനിയെ ഇറാനിയൻ TV ഇപ്പോൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ശത്രുക്കളാൽ പരിക്കേൽക്കുന്നവരെയാണ് ഇത്തരത്തിൽ ഈ ഒരു വിശേഷണം നടത്തുന്നത്. ഈ വാർത്തയുടെ രത്നചുരുക്കം മുസ്തഫ ഖമേനിക്കും പരിക്കേറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ്. കാരണം മുസ്തഫ ഖമേനിയുടെ ചിത്രങ്ങളൊന്നും തന്നെ ഈ ദിവസങ്ങളിലും തന്നെ പുറത്തു വന്നിട്ടില്ല. മുസ്തഫ ഖമേനിയെ അയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയായി നിയോഗിച്ചു എന്നുള്ള വാർത്തകളല്ലാതെ മുസ്തഫ ഖമേനി എന്തെങ്കിലും സംസാരിക്കുന്നതിൻ്റെയോ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടെലിവിഷൻ അഭിമുഖങ്ങളോ ഒന്നും തന്നെ ഇനിയും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ സ്വാഭാവികമായും ഇവിടെ ഉയരുന്നൊരു ചോദ്യം, അന്ന് അയത്തുള്ള അലി ഖമേനിയെയും കുടുംബത്തെയും ലക്ഷ്യമിട്ട് നടത്തിയ ഇസ്രായേൽ ആക്രമണത്തിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ ആക്രമണത്തിൽ ഖമേനിയോടൊപ്പം നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു. പക്ഷേ അക്കൂട്ടത്തിൽ ഒരു പക്ഷേ ഈ മുസ്തഫ ഖമേനി ഉണ്ടായിരുന്നോ എന്നുള്ള സംശയം പലരും പ്രകടിപ്പിച്ചിരുന്നു. ഒരുപക്ഷെ മറ്റേതെങ്കിലും സ്ഥലത്തായിരുന്നിരിക്കാം മുസ്തഫ ഖമേനി താമസിച്ചിരുന്നത്. പക്ഷേ ഇറാനിലെ ഒരു നേതാക്കൾക്കും ഇസ്രായേലിൻ്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല. അവരുടെ ചാരക്കണ്ണുകൾ ഓരോ സ്ഥലത്തുമുണ്ട്. അയത്തുള്ള അലി ഖമേനി പോലും ടെഹ്റാനിൽ ഇപ്പോഴില്ല, അദ്ദേഹം മറ്റൊരു സുരക്ഷിത കേന്ദ്രത്തിലാണ് ഉള്ളത് എന്നും ഈ ആക്രമണം നടന്നതിന് പിന്നാലെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നൊക്കെ ആദ്യം ഇറാൻ TV അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മുസ്തഫ ഖമേനിക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളത് ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെട്ട നിലയ്ക്ക് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യവും ഇനിയും വ്യക്തമല്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം തൽക്കാലം അവരുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇറാനിൽ ഇപ്പോൾ ആരും ചോദിക്കാനും പറയാനും ആളില്ലാത്ത അവസ്ഥയാണ്. അയത്തുള്ള അലി ഖമേനിക്കൊപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സൈനിക മേധാവികളുടെ വലിയൊരു നിര തന്നെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അവിടെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. ഏതായാലും ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി റിപ്പബ്ലിക് ഗാർഡിൻ്റെ ആളുകൾ തന്നെയാണ് ഇത് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായി ഈ മുസ്തഫയെ എല്ലാവരും കണക്കാക്കും ചെയ്യുന്നുണ്ടായിരുന്നു. ഏതായാലും മുസ്തഫയെ ഈ പദവിയിലേക്ക് എത്തിക്കണം എന്ന് നിർബന്ധം പിടിച്ചത് ഈ റവല്യൂഷണറി റിപ്പബ്ലിക് ഗാർഡാണ് എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. പക്ഷേ മുസ്തഫ ഖമേനിക്ക് പരിക്കേറ്റ വിവരം ഇന്നാണ് ശരിക്കും ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. ഇന്നലെ തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ പോലും ഇന്ന് അക്കാര്യത്തിൽ ഏതാണ്ട് സ്ഥിരീകരണം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. മുസ്തഫ ഖമേനി എവിടെയാണ് ഇപ്പോൾ ചികിത്സയിലുള്ളതെന്നോ മറ്റു വിശദാംശങ്ങളോ ഒന്നും തന്നെ ഇപ്പോഴും ലഭ്യമായിട്ടില്ല. അമേരിക്കയും ഇസ്രായേലും എല്ലാം തന്നെ ലക്ഷ്യമിടുന്നത് ഇറാനിലെ ഭരണമാറ്റമാണ്. ഇറാനിലെ ഭരണകൂടത്തെ പുറത്താക്കുക എന്നുള്ളത് തന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അയത്തുള്ള അലി ഖമേനിയെ യുദ്ധം ആരംഭിച്ച ആദ്യ ദിവസം തന്നെ വകവരുത്തിയത്. ഒരുപക്ഷെ ഇതൊക്കെ തന്നെ അവിടെ വലിയൊരു ഭരണമാറ്റം വരുത്തുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് അന്ന് പലരും കണക്കാക്കിയിരുന്നത്. പക്ഷേ എന്നാൽ മുസ്തഫ ഖമേനിയെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് നേരത്തെ ഒരു ആത്മീയ പശ്ചാത്തലം ഇല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വലിയൊരു വ്യവസായിയാണ്. വിവിധ രാജ്യങ്ങളിൽ വലിയ വ്യവസായ സാമ്രാജ്യം സ്വന്തമായുള്ള ഇറാനിലെ എണ്ണ ഉൽപ്പാദനത്തിൻ്റെ മുഴുവൻ പണവും ഇവർ ആസൂത്രിതങ്ങളുടെ ഖമേനിയുടെ കുടുംബം തട്ടിയെടുത്തു എന്നുള്ള വാർത്തകൾ ബ്ലൂംബർഗ് നേരത്തെ പുറത്തുവിട്ടിരുന്നു. അതിൽ പറയുന്നത് ഇയാൾക്ക് ലണ്ടൻ ഉൾപ്പെടെയുള്ള ലോകത്തെ മഹാനഗരങ്ങളെല്ലാം തന്നെ കണ്ണായ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ സമ്പന്നമായ സ്ഥലങ്ങളിൽ ഫ്ലാറ്റുകളും വീടുകളും അതുപോലെ ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങളുമൊക്കെ ഉണ്ട് എന്നാണ്. ഖമേനിയുടെ മറ്റു മക്കൾക്കുമെല്ലാം ഇതേ രീതിയിൽ തന്നെ വലിയ തോതിലുള്ള ആസ്തി ഇപ്പോഴും സ്വന്തമാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ മുസ്തഫയ്ക്ക് പരിക്കേറ്റു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ ഇത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഏതായാലും ഇറാൻ ജൻബാസ് എന്നൊരു വാക്ക് ഉപയോഗിച്ചപ്പോൾ ആ ഒരു വാക്കിൽ പിടിച്ചാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ മുസ്തഫ ഖമേനിക്കും പരിക്കേറ്റതായി ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. ഏതായാലും ഈ ഒരു
സമയം അല്ലെങ്കിൽ ഈ ഒരു മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. ഒരുപക്ഷെ മുസ്തഫ ഖമേനി കൊല്ലപ്പെട്ടെങ്കിൽ പോലും ഇറാൻ ആ വാർത്ത ഉടൻ പുറത്തുവിടാനുള്ള സാധ്യതയില്ല. സാധാരണഗതിയിൽ ഇറാനെ അനുകൂലിക്കുന്ന മറ്റ് പ്രോക്സി തീവ്രവാദ സംഘടനകളോ തന്നെ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ കൊല്ലപ്പെട്ടാൽ ആ വിവരം ഉടനെ പുറത്തുവിടുന്ന പതിവ് അവർക്കില്ല. പക്ഷേ ഇവിടെ മുസ്തഫ ഖമേനിക്ക് പരിക്കേറ്റു എന്നുള്ള വാർത്ത പുറത്തുവിട്ടത് പോലും നമുക്ക് വളരെ അത്ഭുതകരമായിട്ടാണ് തോന്നുന്നത്. കാരണം എന്തോ ഗുരുതരമായ കാര്യം ഇറാനിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും 1-2 ദിവസത്തിനുള്ളിൽ ഒരുപക്ഷേ ഇസ്രായേലോ അമേരിക്കയോ തന്നെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, ഇയാൾ കൊല്ലപ്പെട്ടോ അതോ ഗുരുതരമായ പരിക്കേറ്റ് ആശുപത്രിയിലാണോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തുവിടുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും ഒരുപക്ഷേ ഇപ്പോഴും ട്രംപ് വെല്ലുവിളിക്കുന്നത് ഞങ്ങൾ ഒരു കാരണവശാലും ഖമേനിയുടെ പിൻഗാമികളെ വെറുതെ വിടുകയില്ല എന്ന്. നേരത്തെ പുറത്തു വന്നിരുന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ മുസ്തഫ ഖമേനി പരമോന്നത നേതാവായാൽ അമേരിക്കയുമായ നിരന്തരമായ ഏറ്റുമുട്ടലിലായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് വ്യക്തമാക്കിയിരുന്നു. കാരണം പിതാവിനെ കൊന്നതിൻ്റെ പ്രതികാരദാഹിയായിരിക്കുന്നു മുസ്തഫ എന്നൊക്കെയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പലതും വിശേഷിപ്പിച്ചിരുന്നത്. പക്ഷേ മുസ്തഫ ഖമേനി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ അതല്ലെങ്കിൽ ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റ ആശുപത്രി ചികിത്സയിലാണോ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ഇനിയും വ്യക്തമല്ല. ഏതായാലും വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ച വളരെ കൃത്യമായ വിവരം ഇസ്രായേൽ തന്നെ പുറത്തുവിടും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.